ഹലോ ഗൈസ്, നമ്മൾ പലരും ആഗ്രഹിക്കുന്ന ഒരു ഐറ്റമാണ് ഗെയിമിംഗ് പി സി. ഗെയിം കളിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മൾ അത്യാവശ്യം നന്നായി വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോകാഡ് 3D Max വർക്ക് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സിസ്റ്റം വേണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രസന്റേഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു മോണിറ്ററാണ് ഏസറിന്റെ 22 ഇഞ്ചിന്റെ ഫുൾ HD മോണിറ്റർ. വൈറ്റ് കളറാണ്, സ്ലിം ആണ്, ബോഡിലെസ് ആണ്. അത്യാവശ്യം നല്ല കാണാനും ഭംഗിയുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് തന്നെ മറ്റൊരു ഇതാണ് ക്യാബിനറ്റ്, ഗെയിമിംഗ് ക്യാബിനറ്റ് ആണ്. ജിഗാബൈറ്റ് എന്നുള്ള ബ്രാൻഡിന്റെ അത്യാവശ്യം നല്ലൊരു കൂളിംഗ് ഔട്ട് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് ആണ്. പിന്നെ അതിന്റെ മദർ ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു DDR5 സപ്പോർട്ട് ചെയ്യണ 14th ജനറേഷൻ പ്രോസസ്സർ വരെ സപ്പോർട്ട് ചെയ്യണ കൂടിയ മദർ ബോർഡാണ്. ഏകദേശം ഈ മദർ ബോർഡിന് മാത്രം ഒരു 17,000 രൂപയോളം വരുന്നുണ്ട്. ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 8 ചാനൽ ഓഡിയോ ഔട്ട്പുട്ട് ആണ്. പിന്നെ ലാൻഡ് പോർട്ട് വന്ന 2.0 GHz സ്പീഡ് വരുന്ന ലാൻഡ് പോർട്ടാണ്. 3.2 ജനറേഷനിൽ വരുന്ന USB പോർട്ടാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന ഒരു മദർ ബോർഡും കൂടിയാണ് ജിഗാബൈറ്റിന്റെ ഈ ബ്രാൻഡിന്റെ ഈ മദർ ബോർഡ്. അടുത്തതായിട്ട് അസ്യൂസിന്റെ ഗ്രാഫിക്സ് കാർഡാണ്. ഏതാണ്ട് RTX 3050 വരുന്ന കൂടിയ ഗ്രാഫിക്സ് കാർഡാണ്. നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇതിലൂടെ എല്ലാ വർക്ക് ചെയ്യാനായിട്ട് ലഭിക്കുന്നതാണ്. G-Skill എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 5200 MHz സ്പീഡുള്ള 32 GB റാമാണ്. DDR5 വേർഷനിൽ വരുന്ന റാമാണ്. ഇതും നല്ലൊരു സാധാരണ റാമിനെ അപേക്ഷിച്ച് ഹൈ പെർഫോമൻസ് ചെയ്യുന്ന ഒരു റാമാണ്. നെക്സ്റ്റ് വരുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് i7 പ്രോസസ്സർ. K സീരീസ് വരുന്ന i7 പ്രോസസ്സർ. ഈ ഒരു പ്രോസസ്സറിന് മാത്രം ഏകദേശം ഒരു 25,000 രൂപയോളം വില വരുന്നുണ്ട് വിപണിയിൽ. ആ ഒരു ഐറ്റം കൂടി ചേർത്താണ് നമ്മൾ ഈ സിസ്റ്റം അസംബിൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ SSD മെയിൻ ആയിട്ടൊരു ഘടകം തന്നെയാണ്. NVMe SSD ആണ്. ഇത് 1 TB ക്രൂഷ്യലിന്റെ ബ്രാൻഡിന്റെ SSD ആണ്. ഹൈ പെർഫോമൻസ് ചെയ്യുന്ന SSD തന്നെയാണ് ഇത് വരുന്നത്. ഇതൊന്നും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ 2 ഐറ്റം കൂടി നമുക്ക് ഇതിനകത്ത് വേണം. ഒന്ന് നമ്മളുടെ ജിഗാബൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 550 വാട്ടിന്റെ SMBS ആണ്. അതുപോലെ തന്നെ കൂളർ മാസ്റ്റർ എന്ന് പറയുന്ന RGB ലൈറ്റ് പറഞ്ഞ കൂളിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ആയിട്ട് നമ്മുടെ അസംബ്ലിംഗ് സ്റ്റേഷനിൽ നമുക്ക് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമാ ഗെയിമിംഗ് PC അല്ലെങ്കിൽ കൂടിയ കോൺഫിഗറേഷനുള്ള സിസ്റ്റം സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ അസംബ്ലിംഗ് തന്നെയാണ്. അസംബ്ലിംഗ് പ്രോപ്പർ ആയില്ലെങ്കിൽ പലതരം ഇഷ്യൂസ് വരും, അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അസംബ്ലിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്യാബിനറ്റിൽ SMBS സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മദർ ബോർഡിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ പ്രോസസ്സർ സെറ്റ് ചെയ്യണം. ആ പ്രോസസ്സർ സെറ്റ് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ കൂടാണ്ട് അതിൻ്റെ കൂളിംഗ് സിസ്റ്റമാണ്. കൂളിംഗ് സിസ്റ്റം പ്രോപ്പർ ആയില്ലെങ്കിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ കൂളിംഗ് സിസ്റ്റമാണ്. അപ്പോൾ കൂളിംഗ് സിസ്റ്റവും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റാമാണ്. റാം നമ്മൾ പ്രൈമറി സ്ലോട്ടിലിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കൂടിയ സിസ്റ്റങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഈ കുറഞ്ഞ സിസ്റ്റങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഏതാണ്ട് ഒരു 10,000 രൂപ മുതൽ ഞങ്ങൾ സിസ്റ്റങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഹാർഡ്വെയർ സെക്ഷൻ ഏതാണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹാർഡ്വെയർ സെക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനോട് മാച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ വിൻഡോസും അതിൻ്റെ വേർഷനും ഇടുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം പരസ്പരം മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വർക്ക് ചെയ്ത് ഗൈസ്, അങ്ങനെ നമ്മുടെ ഹൈ കോൺഫിഗറേഷനുള്ള സിസ്റ്റം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. കസ്റ്റമറുടെ സൈറ്റിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക മാത്രമല്ല, കസ്റ്റമർക്ക് വർക്കിംഗ് ആയ കുറച്ച് സോഫ്റ്റ്വെയർസും കൂടി ഉണ്ട്. അതുകൂടി നമ്മൾ അവിടെ ചെന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സിസ്റ്റങ്ങൾ അസംബിൾ ചെയ്യലോ അല്ലെങ്കിൽ ബ്രാൻഡഡ് PC വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടത് സ്മാർട്ടെക്സ് വെസ്റ്റ്നട കൊടുങ്ങല്ലൂർ. ഓക്കെ, താങ്ക് യു.